ഈ സെയിൽസും അത്ലറ്റിക്സും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ അത്ലറ്റിക്സിലൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇമ്മച്ചുറായിട്ടുള്ള ആൾക്കാർ ആദ്യം തന്നെ ഭയങ്കര സ്പീഡിൽ ഓടിയിട്ട് അവസാനം കുഴങ്ങി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോലും കഴിയാതെ എന്ത് ചെയ്യും, ലീവ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ട്. എന്നാൽ നല്ല ചാമ്പ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു ചെറിയ പേസിൽ പതുക്കെ ഓടി ഓടി ലാസ്റ്റത്തെ 1-2 ലാപ്പായിരിക്കും സ്പ്രിൻ്റ് അടിക്കുക. അത്രയും സമയം അവർ ആ ഒരു എനർജി കൺസർവ് ചെയ്ത് ലാസ്റ്റാണ് അത് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുക. സെയിൽസിൽ ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത്ര ഇമ്മച്ചുറായിട്ടുള്ള സെയിൽസ്മാൻമാരൊക്കെ എന്ത് ചെയ്യുക, അവർ ആദ്യം തന്നെ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഭയങ്കര ശ്രമിക്കും. പക്ഷേ കുറച്ചൊരു ചാമ്പ്യൻസ് ആയിട്ടുള്ള സെയിൽസ്മാൻമാർ എന്താ ചെയ്യുക, ആ കസ്റ്റമറെ കുറിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. ഒരു 80-20 റൂൾ എന്നൊക്കെ പറയും. 20% ഇവരെ സംസാരിക്കുള്ളൂ, 80% അവരെ കൊണ്ട് ഇങ്ങോട്ട് സംസാരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ കൊടുക്കും, നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും. സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുക. പ്രോബിങ് എന്നൊക്കെയാണ് സെയിൽസിൽ പറയാറുള്ളത്. നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ച് അവരെ ഏറ്റവും ഇമോഷണലി ലോക്കാക്കും. അതേപോലെ തന്നെ അവരിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങുക. പിന്നെയാണ് ആദ്യം കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊരു പറച്ചിൽ ലാസ്റ്റ് പറയുന്നുണ്ടാവും. ആ പറച്ചിൽ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നല്ല മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അവർക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവരെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഇതിനെ സംസാരിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഓൾമോസ്റ്റ് ക്ലോസിങ് നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ അത്ലറ്റിക്സ് ഒക്കെ പോലെ തന്നെ നമ്മൾ ആദ്യം വെറുതെ ആവേശം കൊണ്ട് കുറേ സെല്ല് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം ഈ ഒരു പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്കൊരു നോ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ലെവലിലാണ് ശരിക്ക് സെയിൽ ക്ലോസിങ് നടക്കേണ്ടതെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരൊറ്റ കോളിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ചില കേസസിലൊക്കെ മൾട്ടിപ്പിൾ കോൾസിലൂടെ ആയിരിക്കും ഈ ക്ലോസിങ് നടക്കുന്നുണ്ടാവുക. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കാംനെസ് ഉണ്ട്. ഒരു കാംനെസ് സെയിൽസിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര ഓവറായിട്ട് ഹറി ആയിട്ട് ഒരു റിസൾട്ട് ഇല്ലാത്ത അവസ്ഥയിൽ ക്ലോസ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?